ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്നതും ഇനി ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഇനി ഈ നാളെ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ആഗസ്റ്റ് മാസം 21-ാം തീയതിയാണ്. ഏതൊക്കെ സിനിമകളാണ് റിലീസ് ചെയ്ത് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു തായ് മൂവിയാണ്. ഗോൾഡ് റഷ് ഗ്യാങ് എന്നാണ് ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തായ് മൂവിയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസാണ്. ഹോസ്റ്റേജ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജർമ്മൻ മൂവിയാണ്. ഫോൾ ഫോർ മീ എന്നാണ് സിനിമയുടെ പേര്. ജർമ്മൻ ഇംഗ്ലീഷ് ഭാഷകളായി നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ മലയാളത്തിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സിനിമയാണ് ശാന്തമി രാത്രികൾ എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വിജയ് സേതുപതി അതുപോലെ തന്നെ നിത്യാമേനോൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ കോമഡി വിഭാഗത്തിൽ വരുന്ന തമിഴ് സിനിമയാണ് തലൈവൻ തലവി എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ് തമിഴ്നാട്ടിൽ. ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഓഡിയോ മലയാളം അടക്കമുള്ള ഭാഷയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ ഫാസ്റ്റിൽ വടിവേലു നിരക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത മാരീഷ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ആഗസ്റ്റ് മാസം 22-ാം തീയതി റിലീസ് ചെയ്യാൻ എടുക്കുകയാണ്. മലയാള ഭാഷയിലും റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. F1 ദ മൂവി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമ. അടുത്ത നമ്മുടെ ബിബിൻ ജോർജ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സിനിമയായിരുന്നു. ഡ്രാമ കോമഡി വിഭാഗത്തിലുള്ള സിനിമയായിരുന്നു കൂടൽ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് മനോരമ മാക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമ ഓണം സ്പെഷ്യലായിട്ട് സെപ്റ്റംബർ മാസം ആദ്യത്തെ ആഴ്ച റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ് പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഡേറ്റ് കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഇപ്പോൾ മനോരമ മാക്സിൻ്റെ ഭാഗത്തുനിന്നും കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്ത് വന്നിട്ടുണ്ട്. അടുത്ത സോണിലി വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ഡയറക്റ്റ് OTT റിലീസാണ്. സംഭവ വിവരണം 4.5 സംഘം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആഗസ്റ്റ് മാസം 29-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഒക്കെ ഇപ്പോൾ ട്രെയിലറൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ് ധീരൻ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത സമയത്ത് നല്ലൊരു പ്രേക്ഷകപ്രതികരണം നേടിയിരുന്നെങ്കിലും വിജയിക്കാതെ പോയൊരു സിനിമ കൂടിയാണ് ധീരൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ആഗസ്റ്റ് മാസം 22-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഇന്ന് റിലീസ് ചെയ്തൊരു മലയാള സിനിമയാണ് പെരുമാനി എന്ന് പറഞ്ഞ സിനിമ. വിനയ് ഫോർട്ട്, സണ്ണിവേൻ, ലുക്മാൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ നല്ല പ്രേക്ഷക പ്രതികരണം നേടിയിരുന്നെങ്കിലും വിജയിക്കാതെ പോയൊരു സിനിമയാണ് പെരുമാനി എന്ന സിനിമ. ഞാൻ കണ്ടതാണ്, റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഈ സിനിമ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 ശേഷം, അതായത് നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള സിനിമകൾ സീരീസുകളായിട്ടുള്ളത്. വേറെ സിനിമകളുണ്ട്. കംപ്ലീറ്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നാളെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആഗസ്റ്റ് മാസം 22-ാം തീയതി റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെ എന്നുള്ളതിന് കംപ്ലീറ്റ് ലിസ്റ്റ് നാളെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.